രാജ്യത്ത് ഇപ്പൊ പൊതുവായി നിലനിൽക്കുന്ന ഒരു ആവശ്യം ഈ ഒരു വർദ്ധിച്ചു വരുന്ന കുടിയേറ്റത്തെ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഗവൺമെന്റ് കണ്ണും പൂട്ടി ഇതേപോലെ വിദ്യാർത്ഥി വിസകളിലും മറ്റു മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ഒരു ഭാഗത്തിലൂടെ ബോട്ടിലൂടെയും മറ്റും വന്നുകൊണ്ടിരിക്കുന്ന അഭയാർത്ഥികളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുക. 2025 ഫെബ്രുവരി 27 എന്നൊരു ദിവസം മാത്രം 600-ലധികം പേരാണ് അഭയാർത്ഥികൾ ബോട്ടിൽ UK കടൽ തീരത്ത് വന്നത്. അപ്പൊ ഈ ബോട്ടിലൂടെ വരുന്ന അഭയാർത്ഥികൾക്കെതിരെ ഒന്നും യാതൊരു രീതിയിലുള്ള നിയമ നടപടികളും ഗവൺമെന്റ് നടപ്പാക്കുന്നില്ല. അതിനു പകരം ഇതേപോലുള്ള ലീഗലായിട്ട് വരുന്നവർക്കെതിരെയുള്ള നടപടിക്രമങ്ങളാണ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന സമ്മർദ്ദം ഗവൺമെന്റിനുണ്ട്. ഇതിനെ തുടർന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിലും ഇതേപോലെ ബോട്ടിലൂടെ വരുന്ന അഭയാർത്ഥികൾക്ക് ഇനി മുതൽ UK സിറ്റിസൺഷിപ്പ് നൽകുന്നതല്ല എന്ന് ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയുണ്ടായി. പണ്ടത്തെ കാര്യങ്ങളിൽ ഇങ്ങനെ ഒരുപാട് പേര് അഭയാർത്ഥികളായിട്ട് വന്ന ശേഷം പെട്ടെന്ന് തന്നെ അവർക്ക് വിസയും അസൈലം വിസയും മറ്റു കാര്യങ്ങളും തുടർന്ന് ഗ്രാജുവലി അവർക്ക് സിറ്റിസൺഷിപ്പും നൽകിക്കൊണ്ടുവരുന്ന ഒരു സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു.